സ്ഥലം പറയില്ല. ഇല്ല മോനെ അല്ല, സ്ഥലം പറയില്ല എന്ന് പറഞ്ഞാൽ പറയില്ല. സ്ഥലം പറഞ്ഞിട്ടില്ല കളിയില്ല, ഒരു കളിയില്ല, അങ്ങനത്തെ ഒരു കളിയില്ല. ഞങ്ങൾ എന്തായാലും സ്ഥലം പറയില്ല. എന്റെ ഡ്രസ് ഇല്ല, ഒരിക്കലും പറയില്ല, സ്ഥലം പറയില്ല. നാളെ എല്ലാവരോടും സ്ഥലം പറയുന്നതാണ്. ഞങ്ങളെ മികച്ച ഓഡിയൻസിനോടൊക്കെ നാളെ സ്ഥലം പറയും. മികച്ച 4 ഓഡിയൻസിനോട് ഞങ്ങൾ സ്ഥലം പറയുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. വിശാല ആദ്യേ അവിടെ നീ അറിഞ്ഞ ഞാൻ പെട്ടു. ആദ്യം എന്ത് അറിയോ, ആദ്യം ഞങ്ങളിങ്ങനെ വെറുതെ ഞങ്ങൾ കാഷ്വലായിട്ട് ഇങ്ങനെ പറയായിരിക്കും, അത് മാത്രമാണ് എടുക്കണത് കേട്ടോ. എന്തോ എങ്ങനെ ഡൗട്ട്, അതൊരു മിനിറ്റ്, മൈക്ക് സൗണ്ട് ഇല്ല. ഹലോ ഹലോ, സോറി. ഹലോ 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 ഹലോ, മൈക്കൊക്കെ ഉണ്ട്. പറ. ആ, ഹലോ ഗൈസ്. എങ്ങനെ അതിന് ടച്ച് വിട്ട് പോയി, ഇപ്പോൾ കുറച്ച് കാലമായോണ്ടേ. എങ്ങനെയാണ് നീ തുടങ്ങ? ചില ഓക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ ഫസ്റ്റ് നമ്മൾ എങ്ങനെ തുടങ്ങാം? ആ, അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങളെ വ്ളോഗ് ഒന്ന് അടിയിൽ പെട്ട് കിടക്കുകയായിരുന്നു. വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റൂല, വീഡിയോസ് ജസ്റ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറെ ആൾക്കാരെ എന്താ പറയാ നിബന്ധന പ്രകാരം ഞങ്ങൾ വീണ്ടും അത് വെറുതെ പറയണേ. ആരൊക്കെയാണ് ഒന്ന് എണ്ണി പറയാ. അജുനെ നിർബന്ധിക്കും, ഇന്നെ അജു നിർബന്ധിക്കും. ആ, എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയിട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫെബി പഠിക്കണോണ്ട് അവൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കറക്റ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റായിരുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ മൈക്കൊക്കെ വാങ്ങിക്കും, പുതിയ മൈക്കൊക്കെ ഉണ്ട്. മതി പിന്നെ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സെറ്റപ്പ് ആയിട്ടാണ് പോണത്. പിന്നെ ഞങ്ങൾ പാക്കിംഗ് സംഭവങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞില്ലൊന്നും എവിടേക്ക് എന്താന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങള് എന്താണ് സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പിലെ. യെസ്, ഇതിന്റെ മുമ്പ് ഞാൻ ദുബായിലൊക്കെ പോയിട്ടുണ്ട്. അത് വേണ്ട, വിടരുതേ, കട്ട് ചെയ്യണേ. അതായത് ഞങ്ങള് രണ്ടാള് സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എവിടേക്കാ പോണേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അതും കൂടി പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബാലിയിൽ പോയി, ഇന്തോനേഷ്യ ബാലിയിൽ പോയി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഇതേപോലെ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, ഭയങ്കര ബോറായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യണ്ടെന്ന് വരെ. അങ്ങനെ ഒരു മൈക്ക് വാങ്ങിക്കൂടെ ചോദിച്ചു, അതുണ്ട്. പിന്നെ പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കൂടെ ചോദിച്ചു, അതുണ്ട്. പിന്നെന്താ പറഞ്ഞേ, അത്രേ ഉള്ളൂ. ആ, അപ്പോൾ അത് ആ ഒരു ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമുക്കിത് വാങ്ങാൻ തോന്നിയത്. ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ അറിയുന്ന കുറച്ച് ആൾക്കാർ, ആകെ ഒരു 4000-5000 ഫോളോവേഴ്സ് മാത്രമേ നമ്മളെ ചാനലിലുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാർ പറഞ്ഞ ഒരു കാരണം വെച്ചിട്ട് ഞങ്ങൾ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇങ്ങനെ ഒന്ന് പോയിട്ടൊന്ന് ഉഷാറാവണമെന്നുണ്ട്. പിന്നെ ഇത് എന്താ സംഭവം എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മെയിൻ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ അല്ല. ഒരു ഈ വീഡിയോ എടുക്കണം ഞങ്ങൾ ചിരിപ്പിക്കുന്നില്ല, അതാണ് എന്താവണത്. ഒരു വ്ളോഗ് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ അതിലെങ്ങനെ പറഞ്ഞു വലിപ്പിക്കണം എന്നതിനെ കുറിച്ച് എനിക്കുമില്ല, അജുവിനും ഇല്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഈ മൈക്കിൻ്റെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും, നല്ല സ്ഥലമാണ്. ഞങ്ങളൊരു അതും കൂടി പറയട്ടെ, ഞങ്ങളിപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ സ്ഥലം നമ്മൾ പറയണില്ല, അതിപ്പോൾ റിവീൽ ചെയ്യണ്ടല്ലേ. സ്ഥലം ഞങ്ങളിപ്പോൾ പറയണില്ല. വിചാരിക്കുക എവിടുക്കാ പോണേ, ചിലരെങ്കിലും വിചാരിക്കണേ, വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. സ്ഥലം ഞങ്ങൾ വഴിയെ പറയും. അപ്പോൾ നാളെ ഞങ്ങൾ പോണത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പിന്നെ ഞങ്ങളിത് ഒന്നുകൂടെ തുടങ്ങുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം കൂടി ആയിട്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യണത്. ചിരിക്കണേ. അതായത് ഇപ്പൊ നമ്മളിത് കുറെ കാലമായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല, ഒരു വീഡിയോ ഉണ്ടായില്ല. അപ്പോൾ ഇപ്പൊ നിലവിൽ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ അവസ്ഥ എന്താ കൂടി പറഞ്ഞു. അതായത് ഞങ്ങൾ ഇങ്ങനെ ഒരു 1-2 വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വ്യൂവേഴ്സും കാര്യങ്ങളും കിട്ടിയപ്പോൾ ഒരു മോണിറ്റൈസേഷൻ പോളിസിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പോയി. ഇപ്പോൾ ആദ്യം ഒന്നും തുടങ്ങേണ്ട പോലെയാണ് ഉള്ളത്. അതിലുള്ള ഫോളോവേഴ്സ് അതിലുണ്ട്, പക്ഷേ ആഡ്സെൻസ് എന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒന്നും ഇടാനില്ല. നമുക്കിങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടൂ അല്ലെങ്കിൽ ഇത് പോകുമെന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ മെസ്സേജുകളും യൂട്യൂബിൽ നിന്നുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ തൊട്ടത് പോലും ഇല്ല. അങ്ങനെ ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം ഞങ്ങൾ ഈ ഒരു ചാനൽ ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ടൂറാണ് ഞങ്ങൾ അതിലൊരു എന്താ പറയുക ഒരു മുതൽക്കൂട്ടായി കാണുന്നത്. എന്തായാലും ഉഷാറാവുമെന്ന് വിചാരിക്കണു. ഇതിന്റെ ബാക്കി ഈ വീഡിയോ എടുത്തരാനും ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ക്യാമറമാൻ ഉണ്ട്, ഒരു എക്സ്പേർട്ടാണ്, അങ്ങനെ പറയാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്തരാനൊന്നും ആരുമില്ല. പിന്നെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ആകെ വിശ്വാസമുള്ളത് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. ഓ
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ നാളെ, അതായത് സെപ്റ്റംബർ 17-ാം തീയതി രാത്രിയാണ് പോണത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോണത്. ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഉഷാറാവുമെന്ന് വിചാരിക്കണു. ഉഷാറാവട്ടെ. ഇനി ഇതിലും ഇതുപോലെ തന്നെ ഞങ്ങൾ വ്ളോഗ് ഇടുമ്പോൾ നിങ്ങളെ തെറ്റും കുറ്റം കുറവും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ആകാനുള്ള ഒരു തോന്നൽ ഉണ്ടായത്. അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ ഫോണിൻ്റെ ഇതിൽ തന്നെ വെച്ചിട്ട് തന്നെ പറയായിരുന്നു. അപ്പോൾ എന്തായാലും അത് ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പാക്ക് ചെയ്യുക. പുതിയത് എൻ്റെ പെട്ടി, പഴയത് അജിൻ്റെ പെട്ടി. ഇത് ഞങ്ങൾ പുതിയ പെട്ടിയൊക്കെ എടുത്തു നല്ല ഓഫറിൽ. അപ്പോൾ ഇതിൽ ഡ്രസ്സ് പാക്ക് ചെയ്യണം. അത്യാവശ്യമല്ല കുറച്ച് സാധനങ്ങളൊക്കെ കരുതി വെച്ചിക്കണു. അതന്നെ. ഇനിയിപ്പോൾ പാക്കിംഗ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇല്ല, ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ക്യാഷ് സെറ്റാക്കാനുണ്ട്. അത് എയർപോർട്ടിൽ നിന്നൊക്കെ ആയിട്ട് സെറ്റാക്കാമെന്ന് വിചാരിക്കണു. ബാക്കിയെല്ലാം ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ഞങ്ങൾ പോവും. അപ്പോൾ നാളെ മുതൽ വീഡിയോസ് എടുത്തു തുടങ്ങുക. ഞങ്ങൾ വിചാരിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അവിടുന്ന് അപ്പം തന്നെ ഞങ്ങളിപ്പോൾ ഒരു ദിവസം കവർ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾ വിചാരിക്കണത്. പക്ഷെ എത്രത്തോളം നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നടക്കും. കാരണം ഞങ്ങളൊക്കെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചെക്കന്മാര് മിഷാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരാരും ഞങ്ങളിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇത് എത്രത്തോളം അങ്ങോട്ട് പോസിബിൾ ആവുമെന്ന് അറിയില്ല. മിഷാൽ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കും ഫോണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് അയച്ചു കൊടുത്താലല്ലേ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പോയി വന്നിട്ട് കാണാം അല്ലേ. ബാക്കി ടാറ്റ ബൈ.